Welcome to Learnino. So in the laser എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ, വാട്ട് ലേസർ സ്റ്റാൻഡ് ഫോർ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലേസർ മീൻസ് light amplification by stimulated emission of radiation. അപ്പോൾ 4 ഓപ്ഷനും കൂടെ ജസ്റ്റ് ഒരു വേർഡ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എഴുതുക. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ലേസർ ലൈറ്റ്? ലേസർ ലൈറ്റിന്റെ പ്രോപ്പർട്ടി ഏതാണെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. It is an incoherent, it is monochromatic, it spreads in all directions, it has a random phase. So ഇതിന്റെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ലേസർ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയണം. ലേസർ ലൈറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മോണോക്രോമാറ്റിക്. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കും. സെക്കൻഡ് വൺ കൊഹറന്റ്. കൊഹറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് റിലേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, റാൻഡം ആയിരിക്കില്ല. Then directional എന്ന് പറഞ്ഞാൽ നാരോ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ബീം ആയിരിക്കും ലേസർ ലൈറ്റ് ബീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈ ഇന്റൻസിറ്റി പവർഫുൾ ആൻഡ് കോൺസെൻട്രേറ്റഡ് ലൈറ്റ് ആയിരിക്കും. ആൻഡ് പോളറൈസ്ഡ്, ദാറ്റ് ഈസ് സ്പെസിഫിക് ഡയറക്ഷനിലായിരിക്കും, സ്പെസിഫിക് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ലേസർ ലൈറ്റിനുള്ളത്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻകൊഹറന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് കൊഹറന്റ് ആണ്, അപ്പൊ ഓപ്ഷൻ എ അല്ല. Second one, it is monochromatic. അത് കറക്റ്റ് ആണ്. തേർഡ്, ഇറ്റ് സ്പ്രെഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, ഡയറക്ഷണൽ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് റാൻഡം ഫേസ് എന്ന് പറയുന്നത്. റാൻഡം ഫേസ് അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രൈമറി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഓപ്പറേഷൻ ഓഫ് എ ലേസർ? ലേസറിന്റെ ഓപ്പറേഷനിൽ വരുന്ന പ്രൈമറി പ്രിൻസിപ്പിൾ എന്താണ്? അപ്പൊ ലേസർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അല്ലെ? സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് ലേസറിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് ഡിഫ്രാക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ സി, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, in a laser, what is the function of pumping process? Okay, pumping എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതായത് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനായിട്ട് ലേസർ ഓപ്ഷനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു പ്രോസസ് ആണ് പമ്പിങ് എന്ന് പറയുന്നത്. ലേസറിന്റെ കംപ്ലീറ്റ് വർക്കിംഗ് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ തിയറി വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് മീഡിയം, ടു എക്സൈറ്റ് ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് ദ മീഡിയം, ടു റിഫ്ലക്ട് ദ ലൈറ്റ് ഇൻ ദ ഡിസൈർഡ് ഡയറക്ഷൻ, ടു ആംപ്ലിഫൈ ദ ലൈറ്റ്. അപ്പൊ എന്താണ്? ടു എക്സൈറ്റ് ദ ആറ്റം ഓർ മോളിക്യൂൾസ് ഓഫ് ദ മീഡിയത്തിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി പമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, which of the following materials is commonly used as lasing medium in a gas laser? Gas laser le ഏതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ? റൂബി, ഹീലിയം, ഗാലിയം ആൻഡ് സിലിക്കൺ. അപ്പൊ കോമൺ ആയിട്ടുള്ള ഗ്യാസ് ലേസർ എന്ന് പറയുന്നത് ഒന്ന് ഹീലിയം നിയോൺ ആണ്, പിന്നെ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, പിന്നെ ഒന്ന് ആർഗൺ അയൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നിട്ട് റൂബി ലേസേഴ്സ് ഉണ്ട്, പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗ്യാസ് ലേസറിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണെന്നാണ്. അപ്പൊ ഹീലിയം നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. സോ correct answer is option B. Next one, what is the primary function of optical cavity in a laser? അപ്പോ ലേസറിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിലെ ഓരോ വേർഡും, ദാറ്റ് മീൻസ് പമ്പിംഗ്, പോപ്പുലേഷൻ ഇൻവേർഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, ഒപ്റ്റിക്കൽ ക്യാവിറ്റി, അതെല്ലാം ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഒപ്റ്റിക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യാനാണ് ത്രൂ റിപ്പീറ്റഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഈ ലൈറ്റ് കൊഹറന്റ് ആയിട്ടും ഡയറക്ഷണൽ ആയിട്ടും ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഇതിൽ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ്, ടു ഫോക്കസ് ദ ലേസർ ബീം ഇൻ ടു എ നാരോ ഡയറക്ഷൻ, ടു ആംപ്ലിഫൈ ദ ലൈറ്റ് വയ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ടു കൂൾ ദ ലേസർ മീഡിയം എന്നാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ടു ആംപ്ലിഫൈ ദ ലൈറ്റ് വയ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ലേസർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ CD പ്ലെയേഴ്സ്? ആപ്ലിക്കേഷൻ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. CD പ്ലെയറിൽ യൂസ് ചെയ്യുന്നത് carbon dioxide laser, semiconductor laser, ruby laser and helium neon laser. അപ്പോൾ ഇതിലെ semiconductor lasers ആണ് CD പ്ലെയറിലൊക്കെ യൂസ് ചെയ്യുക. സ്പെസിഫിക്കലി semiconductor laser എന്ന് പറയുമ്പോൾ ലേസർ ഡയോഡ് ആണ് വരുന്നത്. So here the correct answer is option B.
Next one, what is the relationship between frequency of a laser and its wavelength? Frequency and wavelength തമ്മിലുള്ള relation ആണ്. അപ്പോൾ നമുക്ക് C is equal to lambda f. C എന്ന് പറയുന്ന speed of light in vacuum ആണ്. Lambda it is a wavelength and f is a frequency of laser light. അപ്പോൾ അത് തമ്മിലുള്ള relation എങ്ങനെയാണ്? ഏതൊക്കെയാണ് ഫ്രീക്വൻസിയും അതേപോലെ തന്നെ വേവ് ലെങ്തും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം lambda is equal to C by f എന്നാണ് വരിക, അല്ലെങ്കിൽ f is equal to C by lambda എന്നാണ് വരിക. So they are inversely related is the correct answer. Next one, what is the term used to describe the narrowing of a laser beam over long distance? അത് long distance പോകുന്ന സമയത്ത് laser beam narrow ചെയ്യുന്ന അതിനെ എന്ത് term വെച്ചിട്ടാണ് നമ്മൾ describe ചെയ്യാന്നാണ് ചോദിക്കുന്നത്. And it is collimation. Okay. Collimation എന്ന് പറയുന്നത് it is refers to the alignment of laser beam so that it remains parallel and do not spread out or diverges as it travels. അപ്പോൾ അത് long distance narrow ചെയ്യുന്ന ആ ഒരു ഇതിനെ നമ്മൾ describe ചെയ്യുന്നത് collimation. Option C is the correct answer. Next one, which of the following laser emit light in the infrared region? Infrared region light emit ചെയ്യുന്നത് ഏതാണ്? Ruby laser, helium neon laser, carbon dioxide laser and diode laser. Carbon dioxide laser ആണ് നമുക്ക് infrared region light emit ചെയ്തു വരുന്നത്. അപ്പോൾ അതിൽ എത്ര വേവ് ലെങ്തിലാണെന്നുള്ളത്, അപ്പോൾ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി അറൌണ്ട് 10.6 മൈക്രോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ വരുന്നത്. ഇപ്പൊ ലേസർ ആണെന്നുണ്ടെങ്കിൽ 1064 നാനോമീറ്റേഴ്സ് ആണ് വരുന്നത്. പിന്നെ ചില ടൈപ്പ് ഓഫ് ഡയോഡ് ലേസേഴ്സ് ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്നുണ്ട്, അപ്പൊ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ CO2 ലേസർ, കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ആണ് വരുന്നത്. നെക്സ്റ്റ്, which of the following is not a type of laser medium? Solid state, gas, liquid, plasma. അപ്പൊ നമുക്കറിയാം ലേസർ മീഡിയം നമുക്ക് പലതരത്തിലുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ് ഉണ്ട്, ഗ്യാസ് ലേസേഴ്സ് ഉണ്ട്, ലിക്വിഡ് ലേസേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടർ ലേസർ ഉണ്ട്. ഇപ്പൊ സോളിഡ് സ്റ്റേറ്റിലാണ് നമുക്ക് ലേസർ ഒക്കെ വരുന്നത്. ഗ്യാസ് ലേസറിലാണ് നമ്മളിപ്പോ CO2 ലേസർ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം നിയോൺ ലേസർ പറഞ്ഞു. ലിക്വിഡിലാണെന്നുണ്ടെങ്കിലും ഡൈ ലേസേഴ്സ് ഉണ്ട്. പിന്നെ സെമി കണ്ടക്ടർ ലേസറിലാണ് നമ്മൾ ലേസർ ഡയോഡ്, നമ്മൾ നേരത്തെ CD പ്ലെയറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഗ്യാസും ലിക്വിഡും സോളിഡ് ആയിട്ടും ലേസർ മീഡിയം വരുന്നുണ്ട്. അങ്ങനെ വരാത്തത് പ്ലാസ്മ സ്റ്റേറ്റിലാണ് നമുക്ക് ലേസർ ഇല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ലേസർ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിഫ്ലക്ടർ? ലേസറിൽ നമ്മൾ റിഫ്ലക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ റിഫ്ലക്ടറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യുക, കൊഹറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഔട്ട്പുട്ട് കപ്പിൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. സോ ഫ്രം ദ ഓപ്ഷൻസ് വി ക്യാൻ ഗോ ഫോർ ടു ആംപ്ലിഫൈ ദ ലൈറ്റ്. Next one, what is the energy state of atom or molecule in the lasing medium before stimulated emission? അതായത് സ്റ്റിമുലേറ്റഡ് എമിഷന് മുന്നേ ആയിട്ട് ഈ ആറ്റത്തിന്റെയും മോളിക്യൂളിന്റെ ഒക്കെ എനർജി സ്റ്റേറ്റ് എന്തായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് നൺ ഓഫ് ദ എബോവ്. ശ്രദ്ധിക്കുക, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒക്വർ ചെയ്യുന്നതിന് മുന്നേ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോവർ എനർജി ലെവലാണ് ആറ്റത്തിന്റെ. എക്സൈറ്റഡ് എന്ന് പറയുന്നത് ഒരു ഹയർ എനർജി ലെവലാണ്, അല്ലെ? അതായത് ഈ പമ്പിംഗ് പ്രോസസ് വഴി ഒരു ഹയർ എനർജി ലെവൽ. അപ്പൊ അതിനാണ് പിന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വരുന്നത്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, what does population inversion refers to the context of laser operation? എന്താണ് ഈ population inversion എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Options: number of atoms in the ground state exceed those in the excited state, number of atoms in the excited state exceed those in the ground state, the laser medium is at equilibrium, and none of the above. എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിനെ എക്സീഡ് ചെയ്തുകൊണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നമ്പർ ഓഫ് ആറ്റംസ് വരെ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് എക്സീഡ് ദോസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ലേസർ ഈസ് യൂസ്ഡ് for precise laser cutting? മെറ്റലിൽ നമ്മൾ ലേസർ കട്ടിംഗ് ചെയ്യാനായിട്ട് യാഗ് ലേസർ ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി. Next one, which of the following statement is true about laser light? It is incoherent and polychromatic, it is coherent and monochromatic, it has a random phase relationship, it is produced by spontaneous emission. നമ്മൾ ഓൾറെഡി ലേസറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നേരത്തെ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. It is coherent and monochromatic. Next one, in a ruby laser, the wavelength of the emitter is 694.3 nanometer. What is the energy of one photon emitter by the laser? So ഇതൊരു പ്രോബ്ലം ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എനർജി ഓഫ് വൺ ഫോട്ടോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് വേവ് ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. സോ എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to hc by lambda എന്നുള്ളതാണ്. സോ H എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. C എന്ന് പറയുന്നത്
സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ അതിൽ എച്ചിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാനുള്ള സാധ്യതയില്ല. 6.626 into 10⁻34 നമ്മൾ അറിയണം. സ്പീഡ് ഓഫ് ലൈറ്റ് 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് രണ്ടും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 694.3 നാനോമീറ്റർ ആണ്. സോ അതിനനുസരിച്ച് 10⁻⁹ എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂണിറ്റ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. സോ ഇതില് നമുക്ക് 10ന്റെ പവേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 10ന്റെ പവർ കിട്ടും. പിന്നെ വാല്യൂസ് കറക്റ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ആൻസർ കിട്ടണം എന്നില്ല. ചിലപ്പോൾ ഓപ്ഷനിൽ അത്രയും ചെറിയ ചെറിയ ഡിഫറൻസിലൊക്കെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2.85 into 10⁻⁹ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. Next one, a laser beam with a power of 5 milliwatt is incident on a surface with an area of 0.01 meter square. What is the intensity of laser on the surface? അപ്പൊ നമുക്ക് ലേസർ ബീം അതിന്റെ പവർ തന്നിട്ടുണ്ട് 5 milliwatt എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏരിയ തന്നിട്ടുണ്ട് 0.01 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇന്റൻസിറ്റി I is equal to പവർ ബൈ ഏരിയ എന്നുള്ള ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. പവർ 5 milliwatt ആണ് തന്നിരിക്കുന്നത്. സോ 5 into 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ 0.01. സോ ഇവിടെ നമുക്ക് 10⁻² വരും. അപ്പൊ ഇത് മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 10⁻², 5 into 10⁻⁻1 വരും. ദാറ്റ് ഈസ് 0.5 watt per meter square. ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next one, the power output of a laser is 100 milliwatt. If the efficiency of the laser is 50%, what is the input power to the laser? So ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് പവർ തന്നിട്ട് എഫിഷ്യൻസി തന്നിട്ട് ഇൻപുട്ട് പവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 100 divided by 50% എന്നുള്ളത് 0.5 ആയിട്ട് എടുക്കും. സോ 200 milliwatt will be the correct answer. Next one, in a laser, the medium is pumped by an external energy source. If the pumping rate is 1000 photons per second and the population inversion is 50%, how many photons are emitted per second? അതായത് പമ്പിംഗ് റേറ്റ് 1000 ആണ്, പോപ്പുലേഷൻ ഇൻവേർഷൻ 50% ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അതായത് 50% ആയിരിക്കും. ദാറ്റ് മീൻസ് 500 ആയിരിക്കും വാല്യൂ വരുന്നത്. ഓപ്ഷൻ ബി is the correct answer. Next one, if the wavelength of laser light is 700 nanometer and the energy of each photon is 2.85 into 10⁻⁹ joule, what is the frequency of the laser light? അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് വേവ് ലെങ്തും എനർജിയാണ്. അപ്പൊ എനർജി is equal to E is equal to HF എന്നുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. where F is a frequency and H is a Planck's constant. സോ അത് നമുക്ക് അറിയേണ്ടത് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എനർജി നമുക്ക് തന്നിട്ടുണ്ട്. E is equal to 2.85 into 10⁻⁹ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എച്ചിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ വേവ് ലെങ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ 2.85 divided by 6.626 നമുക്ക് അതേപോലെ തന്നെ 10ന്റെ പവേഴ്സും റീഅറേഞ്ച് ചെയ്ത് ആൻസർ 4.28 into 10⁻14 എന്നുള്ളത് കിട്ടും. Next one, in a laser, the beam intensity is 10 watt per meter square. What is the energy density of the beam if the speed of light is 3 into 10⁸ meter per second? അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എനർജി ഡെൻസിറ്റി ആണ്. തന്നിട്ടുള്ളത് ബീം ഇന്റൻസിറ്റിയും സ്പീഡ് ഓഫ് ലൈറ്റും ആണ് തന്നിരിക്കുന്നത്. സോ റിലേഷൻ ഇതാണ്. എനർജി ഡെൻസിറ്റി is equal to നമുക്ക് തന്നിട്ടുള്ള that is beam intensity divided by speed of light എന്നുള്ളതാണ്. സോ beam intensity 10 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Divided by 3 into 10⁸. So 10 by 3, 3.33 into 10⁻⁻8 will be the correct answer. Next one, a laser has an output power of 50 milliwatt and a wavelength of 650 nanometer. How many photons does the laser emit per second? അപ്പോൾ ഇവിടെ ഓരോ ഫോട്ടോയുടെ എനർജി E is equal to hc by lambda ആണ്. അത് നമുക്കറിയാം. ആ ഒരു ഇക്വേഷനും യൂസ് ചെയ്യണം. കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് കണ്ടുപിടിക്കുക. ഹൗ മെനി ഫോട്ടോൺസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് N is equal to പവർ ബൈ എനർജി പെർ ഫോട്ടോൺ ആണ്. അതിനാണ് നമ്മൾ എനർജി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഇക്വേഷൻസ് എല്ലാത്തിലും ഓർത്തിരിക്കുക. കാരണം ലേസറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിലൊക്കെ തന്നെ ഇതിൽ ഏതെങ്കിലും ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ളത് പവർ ബൈ എനർജി പെർ ഫോട്ടോൺ ആണ്. എനർജി പെർ ഫോട്ടോൺ നമുക്ക് എങ്ങനെയാണ് E is equal to hc by lambda വെച്ച് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എച്ചും സിയും ലാംഡയുടെ വാല്യൂ വേവ് ലെങ്ത്തും ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.06 into 10⁻⁻19 എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് ഫോട്ടോൺ കണ്ടുപിടിക്കാൻ പവർ ഡിവൈഡഡ് ബൈ എനർജി ആണ്. പവർ ഔട്ട്പുട്ട് പവർ 50 milliwatt തന്നിട്ടുണ്ട്. യൂണിറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. 50 into 10⁻³ ഡിവൈഡഡ് ബൈ എനർജി പെർ ഫോട്ടോൺ നമുക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ.
So substitute ചെയ്യുമ്പോൾ we will get 1.63 into 10 raised to 17. Okay. Next one, a laser with a wavelength of 800 nanometer emits 1 millijoule of energy in each pulse. If the pulse duration is 1 nanosecond, what is the average power of the laser during the pulse? Power കണ്ടുപിടിക്കാൻ power is equal to energy by time. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എനർജി നമുക്ക് തന്നിരിക്കുന്ന 1 മില്ലി ജൂൾ ആണ്. ദാറ്റ് ഈസ് 1 into 10 raised to minus 3. ടൈം തന്നിരിക്കുന്ന 1 നാനോ സെക്കൻഡ് ആണ്. 1 into 10 raised to minus 9. വേവ് ലെങ്ത് ഒക്കെ വാല്യൂ ജസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ 10 raised to minus 3. ഡിനോമിനേറ്ററിൽ 10 raised to minus 9 മുകളിലേക്ക് വരുമ്പോൾ 10 raised to 9, which means 1 into 10 raised to 6 വരും. That is 1 megawatt is the correct answer. And the last question, a helium neon laser emits with a wavelength of 632.8 nanometer. If the laser emits 10 raised to 8 photons per second, what is the total power output of the laser? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ പവർ P is equal to നമുക്ക് എന്ത് ചെയ്യാം, E into number of photons വെച്ച് ചെയ്യാം. എനർജി പെർ ഫോട്ടോൺ E is equal to നമുക്ക് E is equal to hc by lambda അറിയാം. അപ്പൊ അത് യൂസ് ചെയ്ത് എനർജിയും കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് ദ ലേസർ എമിറ്റ്സ് 10 raised to 8 ഫോട്ടോൺസ് പെർ സെക്കൻഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനർജി കണ്ടുപിടിക്കാൻ ഏതാണ്, E is equal to hc by lambda വെച്ച് കണ്ടുപിടിക്കാം. എച്ചിന്റെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം, ലാംഡ വേവ് ലെങ്ത് 632.8 നാനോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. യൂണിറ്റ് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we get 3.14 into 10 raised to minus 17 joule. Power കണ്ടുപിടിക്കാൻ P is equal to E into number of photons per second. എനർജി ഇവിടെ കണ്ടുപിടിച്ച് ഓൾറെഡി നമ്മളിപ്പോൾ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. Number of photons 10 raised to 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we will get the answer as 3.14 നാനോ വാട്ട് ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, ആ യൂണിറ്റ് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ യൂണിറ്റ്സ് ആണ്. ലാസ്റ്റ് ആൻസർ എടുത്ത് എഴുതുമ്പോഴും കറക്റ്റ് യൂണിറ്റ് തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. താങ്ക് യു.